വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. പേഴ്സൻറ്റേജ് സീരീസിലെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ പേഴ്സൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ ടേബിൾ പഠിച്ചിട്ടുണ്ടല്ലേ. സോ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സോ പേഴ്സൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. 50% ഓഫ് 1250. ഈ 50% എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? 50% എന്ന് പറയുന്നത് 1/2 ആണ്. സോ 1/2 ഇൻറ്റു 1250. 1250 50% എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അര എന്ന് പറഞ്ഞാൽ പകുതിയല്ലേ. സോ 1250ൻ്റെ പകുതി എത്രയാണ്? 6ൻ്റെ പകുതി 12ൻ്റെ പകുതി 6, 50ൻ്റെ പകുതി എത്രയാണ്? 25. സോ എനിക്ക് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റും 625. സോ 50% ഓഫ് 3000. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. സോ 3000ൻ്റെ പകുതി എത്രയാണ്? 1500. റൈറ്റ്. 33.33%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയായിരുന്നു? 1/3 അല്ലേ. സോ 1/3 എന്ന് പറയുമ്പം 33.33%ൻ്റെ 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഇൻറ്റു 900. സോ 3യും 9ഉം എനിക്ക് 3 ടൈംസ് ക്യാൻസൽ ചെയ്ത് പോകും. സോ ആൻസർ എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. ഇവിടെ 33.33%ന് പകരം 66.66% ആണെങ്കിലോ നമുക്ക് എന്താവും? 2/3 ഇൻറ്റു 900 എന്ന് വരും അല്ലേ. സോ ഇവിടെ 300 ഇൻറ്റു 2 600 എന്ന് കിട്ടും. റൈറ്റ്. സോ സെയിം ടൈം 66.66% ഓഫ് 5700 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് വരും? 66.66 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷൻ വാല്യൂ? 2/3 ഇൻറ്റു 5700 അല്ലേ. 3 ഇവിടെ കട്ട് ചെയ്ത് പോകുമല്ലോ. 5ൽ എത്ര പ്രാവശ്യം പോവും? 1 ടൈം. ബാക്കി 2. 27ൽ 3 എത്ര പ്രാവശ്യം പോവും? 9 ടൈംസ് 1900 എന്ന് കിട്ടും അല്ലേ. സോ 2 ഇൻറ്റു 1900 എത്ര വരും? 3800 എന്നെനിക്ക് കിട്ടും അല്ലേ. ആൻഡ് 25%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1/4. സോ 1/4 ഇൻറ്റു 8. സോ 1/4 ഇൻറ്റു 840 എന്ന് പറയുന്നത് എത്ര വരും? 4നെ കൊണ്ട് കട്ടാക്കാൻ പറ്റില്ല. 8ൽ 2 തവണ, 4ൽ 1 തവണ, 0 2 10 എന്ന് എനിക്ക് കിട്ടും. 75%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 75% കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റണം ഇത് 3/4 ആണ്. സോ 3/4 ഓഫ് 640. സോ 6ൽ 4 ഒരു പ്രാവശ്യം, ബാക്കി 2. 24ൽ 6 തവണ 160 എന്ന് കിട്ടും. സോ 3 ഇൻറ്റു 160 എത്ര വരും? 480 അല്ലേ. 480. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രയാണ്? 20% ഓഫ് 480 അല്ലേ. 20%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയായിരുന്നു? 1/5 ഇൻറ്റു 480 എന്ന് കിട്ടും അല്ലേ. 48ൽ 5 എത്ര തവണ? 9 തവണ. 9 തവണ പോവും. ബാക്കി 3. 30ൽ 5 6 തവണ 96. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു നമ്പറിൻ്റെയും 10% കണ്ടുപിടിക്കാൻ റൈറ്റ് സൈഡിൽ നിന്നും ഒരു പോയിന്റ് ഇട്ടാൽ മതി അല്ലേ. സോ 10% ഇവിടെ എനിക്ക് 48 കിട്ടും. 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി. സോ 48ൻ്റെ ഇരട്ടി 96 അല്ലേ. ആൻഡ് 60% ഓഫ് 600. സോ 60ക്ക് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂ എത്രയാണ്? 3/5. സോ 3/5 ഓഫ് 600 എത്ര കിട്ടും? 5 കട്ട് ചെയ്യുമ്പോൾ എനിക്ക് 12 വരും. 120 ഇൻറ്റു 3 അല്ലേ. സോ 12 ടൈംസ് 120 ഇൻറ്റു 3 എത്രയാണ്? 360 എന്ന് എനിക്ക് എന്ത് വരും? ആൻസർ വരും. റൈറ്റ്. 16.66%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 1/6. 1/6 ഇൻറ്റു 1200. റൈറ്റ്. സോ 12ൽ 6 2 തവണ. സോ എനിക്ക് പറയാൻ പറ്റും ഇതെത്രയാണ്? 200 ആണ്. റൈറ്റ്. ഇവിടെയോ 83.33%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയായിരുന്നു? എത്രയാണ്? 5/6. 5/6 ഇൻറ്റു 6000. 6 കട്ട് ചെയ്ത് പോകും. മേലെ 1000 വരും. 5 ഇൻറ്റു 1000 എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 5000. റൈറ്റ്. നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷനിൽ വരുന്ന പേഴ്സൻറ്റേജിനെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. 14.28 എത്രയാണ് ഈക്വൽ ഫ്രാക്ഷൻ? 1/7. 12.5 ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 1/8. 87.5ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 7/8. 57 പോയിൻറ്റ് സംതിങ്ങിൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 4/7. റൈറ്റ്. സോ നോക്കി 1/7 ഇൻറ്റു 2100. 7 ഇവിടെ 3 ടൈംസ് കട്ട് ചെയ്ത് പോകും. ആൻസർ എനിക്ക് എത്ര വരും? 300 എന്ന് കിട്ടും. 1/8 8നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3600നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 4 വരും.
ബാക്കി 40 450 എന്ന് കിട്ടും അല്ലേ. സോ ഇവിടെ 4/7 കട്ട് ചെയ്യുമ്പം 110 110 എന്ന് കിട്ടും. 110 × 4 എത്ര വരും? 440. ഇവിടെ 7/8 × 960 8 കൊണ്ട് കട്ട് ചെയ്യുമ്പം ഇവിടെ 1 ടൈം 16ൽ 2 തവണ 120 × 7 വരും. 12 × 7 എത്രയാണ്? 70 14 84 840 റൈറ്റ്. സോ 840 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 11.11%ൻ്റെ ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 11 ആണെങ്കിൽ 9 9 ആണെങ്കിൽ 11. സോ ഇതെന്ന് പറയുന്നാൽ 1/9 ആയിരിക്കും. സോ 1/9 ഇൻറ്റു എത്ര വരും? 6 4 0 എന്ന് കിട്ടും അല്ലേ. സോ ഡിവൈഡ് ചെയ്ത് എത്ര വരും? 63 6 ടൈം 7 ടൈംസ് അല്ലേ. 7 6 63 7 ടൈംസ് 10ൽ 1 സംതിങ്. സോ 71 പോയിൻറ്റ് സംതിങ് എന്നുള്ള രീതിയിൽ വാല്യൂ കിട്ടും. സോ 64,000 പകരം ഇവിടെ 6300 ആണെങ്കിലോ അല്ലേ, നേരെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും, 700 കിട്ടും അല്ലേ. സോ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. 10% ഓഫ് 1500 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1/10 ആണല്ലേ. 10% ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇൻറ്റു 1500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 150. 9.09 എത്രയാണ്? 11.11 എന്ന് പറഞ്ഞാൽ 1/9. 9.09 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/11. 1/11 × 220 എത്ര വരും? 20 വരും അല്ലേ. 20 1 × 20 വിച്ച് ഈസ് ഈക്വൽ ടു 20 റൈറ്റ്. 44.44 എത്ര വരും? 4/9 വരും അല്ലേ. 4/9 × 207 207 9 20ൽ 2 തവണ 9 2 തവണ 27ൽ 3 തവണ. സോ 23 × 4 ഏത് നമ്പറിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിനെ ഡബിളിൻ്റെ ഡബിൾ ചെയ്താൽ മതി അല്ലേ. സോ 23ൻ്റെ ഡബിൾ 46 46ൻ്റെ ഡബിൾ വിച്ച് ഈസ് ഈക്വൽ ടു 92. 70% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/10 ആണ് ഇൻറ്റു 960 ആണ്. 0 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 7 × 96 7 × 6 എത്രയാണ്? 42ന് 2 ബാക്കി 4 ക്യാരി ഫോർവേഡ് ചെയ്യും. 9 × 7 63 63 4 67 6 7 2 എന്ന് കിട്ടും. 45.45 എത്രയാണ് ഈക്വൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എത്രയാണ്? 5/11 വരും അല്ലേ. 5/11 × 198 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ബാക്കി 8 88ൽ 8 തവണ 18 × 5 എത്ര വരും? വിച്ച് ഈസ് ഈക്വൽ ടു 90 എന്ന് കിട്ടും. സോ നമുക്ക് ഈസി ആയിട്ട് ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഈ 4 ഓപ്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക? കട്ട് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക. സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.